സഹാബത്തിന്റെ ഒരു രസകരമായൊരു സംഭവം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. യാ അല്ലാഹ്, എന്തോ ഒരു അത്ഭുതമാണ് മുഅ്മിനീങ്ങളെ. സ്വർഗത്തിലേക്ക് പോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റ ഇരുത്തത്തിൽ പറഞ്ഞ 10 സ്വഹാബികളുണ്ട്. ഒറ്റ ഇരുത്തത്തിൽ ഒരു ഹദീസിൽ ഒരു സന്ദർഭത്തിൽ പറഞ്ഞതാ. സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞ ഒരുപാട് സ്വഹാബികളുണ്ട്. ബിലാൽ റളിയല്ലാഹു അൻഹു അതിൽപ്പെട്ടവരാണ്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അതിലുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അതിലുണ്ട്. ഫാത്തിമ ബീവി അതിലുണ്ട്. ഇവരൊന്നും ഈ പറഞ്ഞ 10 അശറത്തുൽ മുബശ്ശിരീനിലില്ല. അതെന്ന് വെച്ചാൽ ആ ഒറ്റ വാക്കിൽ ഒരു ഇരുത്തത്തിൽ തങ്ങൾ പറഞ്ഞ 10 പേർ, അതായത് അർത്ഥമുള്ളൂ. വേറെ ഒരുപാട് സ്വഹാബികളുണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞവര്. ആരൊക്കെയാണത്? ബുർദയിൽ ചൊല്ലല്ലേ, മൗലായ സ്വലാത്ത് മുറസല്ലാം. ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولاي لوسلم دائما أبدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. 4 ഖലീഫമാർ കഴിഞ്ഞാൽ സഅദിൻ, സഈദിൻ, സുബൈറിൻ, ത്വൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ ആശിരിൽ കറമി. ഈ മഹാന്മാർ സ്വർഗത്തിലേക്കുള്ളവരാണ്. അല്ലാഹു അവരോടൊപ്പം നമ്മെ ചേർക്കുമാറാകട്ടെ. ഈ 4 ഖലീഫമാര് കഴിഞ്ഞ് ബാക്കി 6 പേരിൽപ്പെട്ട സ്വഹാബിയാണ് മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. അവരാണ് സഈദിൻ എന്ന് പറഞ്ഞവര്. സഈദ് ഇബ്നു സൈദ് എന്നാണ് അവരുടെ പൂർണ്ണമായ പേര്. ഒരു യുദ്ധത്തിലാണ് അവർ വഫാത്താകുന്ന രംഗം നോക്കണം. ഒരു യുദ്ധത്തിലാണ് 4 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. 3ലേറെ ദിവസമായി കണ്ണ് ചിമ്മിയിട്ടില്ല സഈദ് റളിയല്ലാഹു അൻഹു. സഈദ് ഇബ്നു സൈദ് എന്നവർ ഉറങ്ങിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ബന്ധുവാണ് ഈ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. ഉറങ്ങിയിട്ടില്ല, യുദ്ധത്തിലാണ്. ഉറങ്ങാതാണ്. നമുക്ക് ഒരു ദിവസം ഉറങ്ങാതെ തന്നെ എന്താ അവസ്ഥ? 2ഉം 3ഉം ദിവസം ഉറങ്ങാതിരുന്നപ്പോ യുദ്ധത്തിൽ തന്റെ കൂടെ സഹായിക്കുന്ന തന്റെ സുഹൃത്ത് പറഞ്ഞു, യാ സഈദ് ഹലഫ്തു ബില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ വിളിച്ച് സത്യം ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സഈദ്, നിങ്ങൾ ഉറങ്ങണം. ഞാൻ അല്ലാഹുവിനെ സത്യം ചെയ്തു. അറബികൾ അങ്ങനെ ഹലഫ്, ഞാൻ സത്യം ചെയ്തിട്ടുണ്ട്. സത്യം ചെയ്താൽ അതിനെതിരെ ചെയ്താൽ പിന്നെ പ്രായശ്ചിത്തം കൊടുക്കണം. അപ്പൊ അങ്ങനെ പറയും ഹലഫ്, ചായ കുടിക്കാൻ ഞാൻ കൊടുക്കാൻ പൈസ നോക്കുക, സത്യം ചെയ്തേക്കും പെട്ടെന്ന്. പിന്നെ ഒരു നിർവാഹമില്ല. അത് അറബി കൾച്ചർ അങ്ങനെയാണ്, ഇസ്ലാമിന്റെ ഹുക്കുമും അങ്ങനെയാണ്. അവർ കൊടുത്തേക്കണം. സത്യം ചെയ്തു പറഞ്ഞു. പിന്നെ തന്റെ സഹോദരനെ രക്ഷിക്കാൻ നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ആ സത്യം പറഞ്ഞ ആ സത്യം ചെയ്ത പോലെ നടക്കട്ടെ എന്നാണ്. അങ്ങനെ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കണം എന്നാണ്. അറബികളൊക്കെ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു പെട്ടെന്ന് പറയാം ഹലഫ്, ഞാൻ സത്യം ചെയ്തു സഈദ്, നിങ്ങളൊന്ന് ഉറങ്ങണം. അപ്പൊ ഒരു ചെറിയൊരു ടെന്റ് പോലെ ഒരു ഷീറ്റേ ഉള്ളൂ. വഫാത്താകാൻ പോവാണ്. ഉറങ്ങിയ പാടെ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു സഈദ് ഇബ്നു സൈദ്. അപ്പൊ തന്റെ കൂട്ടുകാരൻ അടുത്തിരുന്നിട്ട് കാത്തിരിക്കാം. എന്താ സ്വപ്നം? ഉറക്കത്തിൽ ഇങ്ങനെ പറയാ, ലാ 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 റുദ്ദൂനി ലാ റുദ്ദൂനി യാ ഐനാ മർദിയ ലാ റുദ്ദൂനി ലാ റുദ്ദൂനി യാ ഐനാ മർദിയ. ഓ ഐനാ മർദിയ, ഒരു പേരിങ്ങനെ വിളിക്കുക. യാ ഐനാ മർദിയ, എന്നെ പറഞ്ഞേക്കല്ലേ, എന്നെ പറഞ്ഞേക്കല്ലേ, ഞാൻ പോകുന്നില്ല, ഞാൻ പോകുന്നില്ല, എന്നെ പറഞ്ഞേക്കല്ലേ, എന്നെ പറഞ്ഞേക്കല്ലേ. യാ അല്ലാഹ്, ഉറക്കങ്ങനെ പറയണ സ്വപ്നത്തിന്. അപ്പൊ തന്റെ കൂട്ടുകാരൻ തട്ടിയിട്ട് വിളിച്ചു. പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും സ്വപ്നം കണ്ടോന്ന് ചോദിച്ചു. ഞാൻ സ്വപ്നം കണ്ടു. എന്തേ? ഞാൻ പറഞ്ഞുതരാം, പക്ഷേ ഞാൻ മരിച്ചതിന് ശേഷം നീ ആരോടെങ്കിലും പറയാൻ പറ്റുള്ളൂ. സ്വകാര്യാണ്, പറ്റുമെന്ന് ചോദിച്ചു. ആ പറ്റൂ, ഞാൻ പറയില്ല. ഞാൻ സ്വപ്നം കണ്ടു. ഖിയാമത്തുൽ ഖിയാമ, ഖിയാമത്ത് നാള് നടക്കുകയാണ്. പരലോകത്തേക്ക് വന്നു. എന്റെ മുമ്പിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ 2 മനോഹരമായ സുന്ദരമായ 2 കുതിരകളെ കൊണ്ടുവന്ന് നിർത്തി. സഈദ് കയറണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്ക് പോവാണ്. ഞാൻ കയറി.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാളെ ഖിയാമത്ത് നാളിൽ ആദ്യമായി കിതാബ് കൈകൊണ്ട് വാങ്ങുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണെന്ന്. ആദ്യം കിതാബ് കിട്ടണത് വലത്തെ കയ്യിലല്ലേ കിട്ടുക? ആദ്യം കിതാബ് കിട്ടുന്നത് ആർക്കാ? സയ്യിദുന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, അപ്പൊ സിദ്ദീഖ് എന്നവരോ? സിദ്ദീഖ് എന്നവര് ഹിസാബിന് നിൽക്കേ? ഇതൊക്കെ ഡയറക്റ്റ് പോണ ആൾക്കാരല്ലേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിതാബ് വെയിറ്റ് ചെയ്ത് നിൽക്കേ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അവർക്ക് ഡയറക്റ്റ് പോവാ, ചീഫ് ഗസ്റ്റുകളാണ്. അവിടെ ഒരു ചെക്കിങ്ങും ഒന്നുമില്ല, ഒരു സ്ക്രീനിങ്ങും ഇല്ല, പോവാണ്, ഡയറക്റ്റ് പോവാണ്. ആദ്യം കിതാബ് കിട്ടുന്നത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. യാ അല്ലാഹ്. അപ്പോ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുപോവാൻ, ഹിസാബൊന്നുമില്ല, പോവാണ്. അങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ പോകുന്ന വഴിക്കുണ്ട് സുന്ദരികളായ ഒരു കൂട്ടം പെൺകുട്ടികൾ നിൽക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു മലക്കുകളോട്, ഇതാണോ ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ഹൂറുൽ ഐനുകൾ എന്ന് പറഞ്ഞ അപ്സരസ്സുകൾ എന്ന് പറഞ്ഞ സുന്ദരിമാർ ഇവരാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല, ഇവർ ആ സുന്ദരിമാരുടെ സേവകളാണ്, അവർക്ക് സേവനം ചെയ്യുന്ന സെർവന്റുകളാണെന്ന് പറഞ്ഞു. സ്വർഗത്തിന്റെ അകത്തേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ അതിസുന്ദരിയായൊരു പെണ്ണ്, അതിസുന്ദരിയായ മനോഹരിയായ ഒരു പെണ്ണ്, അവരുടെ മുഖം വെട്ടിത്തിളങ്ങുന്നുണ്ട്. അവൾ എന്നോട് പറഞ്ഞു, യാ സഈദ്, അല്ലയോ സഈദ്, അന സൗജതുക ഫിൽ ജന്ന, സ്വർഗത്തിലെ ഹൂറുൽ ഈനുകളിൽ ഞാനാണ് നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞു. ഭാര്യയാണ്, കൈ കൊടുക്കാം. ഞാൻ എന്റെ കൈ നീട്ടിയപ്പോൾ അവൾ പറഞ്ഞു, അവൾ പരിചയപ്പെടുത്തി, ഞാനാണ് ഐനാ, എന്റെ പേര് ഐനാ മർദിയ. എന്താണ് എന്റെ പേരതാണ്? ഐനാ മർദിയ, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. എന്നാ പിന്നെ കൈകൊട്. വേണ്ട സഈദ്, അൻത മാ സിൽത ഫി ദുനിയ, നിങ്ങൾ ഇപ്പോഴും ഭൗതിക ലോകത്താണ്, ഇങ്ങോട്ട് എത്തിയിട്ടില്ല, കൈ തരാൻ സമയമായിട്ടില്ല. പക്ഷേ 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്. 3 ദിവസം, അത്രയുള്ള ലോകത്ത് 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നു, അപ്പൊ ഞാൻ കൈ തരാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഐനാ മർദിയ, എന്നെ പറഞ്ഞയക്കല്ലേ, ഞാനിനി ദുനിയാവിലേക്ക് പോകുന്നില്ല, എന്നെ ലാ റുദ്ദൂനി, എന്നെ പറഞ്ഞയക്കല്ലേ, ഞാൻ പോകുന്നില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോഴാണ് നിങ്ങൾ എന്നെ വിളിച്ചുണർത്തിയത്. അതൊരു ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ച ദിവസം. അന്ന് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം നോമ്പുകാരനാണ്, സുന്നത്ത് നോമ്പെടുത്തിട്ടുണ്ട്. സുഹൃത്തിന് മാത്രമേ കഥ അറിയൂ, വേറെ ആരോടും പറയരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കൊടുത്തത്. അങ്ങനെ പറ്റുന്ന എന്താ എന്നൊക്കെ എന്നെ വിളിച്ചു പറഞ്ഞിട്ടും കഥ എന്താണിതൊക്കെ? ആഭാസങ്ങൾ, തോന്നിവാസങ്ങൾ, ദീനൊക്കെ ഒരു ഹുർമത്തൊക്കെ അല്ലേ? പോട്ടെ, പറയരുത്, പറഞ്ഞുകൊടുക്കരുത് ഞാൻ പറയില്ല. സുബ്ഹാനല്ലാഹ്. ആ അന്ന് വ്യാഴാഴ്ച ദിവസം യുദ്ധം നടന്നുകൊണ്ടിരിക്കെ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലാണെന്ന് ഹബീബായ റസൂലുള്ളാഹ് ഈ ലോകത്ത് നിന്ന് വിവരം കൊടുത്ത സഹാബി, ഈ ലോകത്തിന് വിവരം ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് സ്വർഗത്തിലേക്കാണ്. യാ അല്ലാഹ്. മഹാനായ സഹാബി എന്ന് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന നേരത്ത് നെഞ്ചത്ത് ഒരു അമ്പ് തറച്ചു, ഉറപ്പിച്ചു രക്ഷപ്പെടൂല. അമ്പ് ഇങ്ങോട്ട് വലിച്ചൂരി, നെഞ്ചിന്റെ രക്തം ഇങ്ങനെ വരുന്നുണ്ട്. സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്, നോമ്പ് തുറക്കാൻ നേരായിട്ടുണ്ട്. ഇപ്പൊ കൂട്ടുകാരൻ ചോദിച്ചു, സഈദ്, നമുക്ക് നോമ്പ് തുറക്കാനുള്ള കാരൊക്കെ എവിടെ? പറഞ്ഞു വേണ്ട, ഉഫ്തിറു ഇൻദ ഐനാ മർദിയ, ഞാൻ ഐനാ മർദിയന്റെ അടുത്ത് നിന്നാണ് നോമ്പ് തുറക്കുന്നത്. വതുഫിയ, അന്നേരം മരണപ്പെട്ടു മഹാനായ സഈദ് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. പറഞ്ഞ പോലെ 3ാമത്തെ ദിവസം. ഇപ്പൊ പരലോകം, ഖബർ എന്ന് പറഞ്ഞത് ഇതൊന്നും മിഥ്യയല്ല. ഇതൊന്നും ഇപ്പൊ നമ്മളെ ഹിന്ദു സഹോദരന്മാർക്ക് അറിയില്ല, ക്രിസ്ത്യാനികൾക്ക് അറിയില്ല. നമ്മുടെ കൗമപ്പെട്ട ചിലർക്ക് ഇത് ബോധ്യപ്പെടുന്നില്ല. എന്താണ് പരലോകത്തിന്റെ ജീവിതം, എന്താണ് ഖബറിന്റെ ജീവിതം? ഈ യാഥാർത്ഥ്യങ്ങൾ പച്ചയിൽ കണ്ടുകൊണ്ടാണ് സ്വഹാബത്തൊക്കെ പോണത്. എത്ര സംഭവങ്ങൾ! അള്ളാഹു നമ്മയൊക്കെ സഹായിക്കുമാറാകട്ടെ, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു നമ്മെ സ്വർഗത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. എത്രയോ പാപികളും ദോഷികളുമാണ് നമ്മൾ. അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് പുറത്തുവരുമാറാകട്ടെ. ഒരു നല്ല അമല് ചെയ്തുകൊണ്ടിരിക്കെ മരിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആർക്കറിയാം നമ്മൾ എന്ത് ചെയ്തിട്ടാണ് മരിക്കാൻ, അല്ലേ? നമ്മളിപ്പോ ഇങ്ങനെ ഖുർആൻ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നുണ്ട്, കുറച്ചു കഴിഞ്ഞ് നമ്മുടെ ജോലി ഇവിടുന്ന് മാറി വേറെ ഏതെങ്കിലും നാട്ടിലേക്ക് എത്തി, അവിടെ അങ്ങനെ ദീൻ പഠിക്കാനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ അങ്ങനെ വഴിതെറ്റി പോവില്ലേ? ഇബ്ലീസ് നമ്മളെ തട്ടിക്കൊണ്ടുപോകില്ലേ? ദീനുമായിട്ടുള്ള ബന്ധം കണ്ട് വിട്ടാൽ പിശാച് തട്ടിയെടുക്കും.
എങ്ങനെയായിരിക്കും നമ്മുടെ അവസാന കാലം നമുക്കറിയില്ല. അള്ളാഹുവിനോട് ഇസ്തിഖാമത്തിന് ചോദിക്കുക. ഹുസ്നുൽ ഖാത്തിമ ഇന്നമൽ അഅ്മാലു ബിഖവാതീമിഹാ. അമലുകൾ അതിന്റെ അന്ത്യം നോക്കിയിട്ടാണ്. അള്ളാഹു നമ്മുടെ അവസാന കർമ്മം ഏറ്റവും നല്ലതാക്കി തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ മരണം എന്നൊരു വിഷയത്തിന്റെ ആമുഖങ്ങളും പരലോകത്തിന്റെ ചില ചിന്തകളും മാത്രമാണ് നമ്മൾ പങ്കുവച്ചത്. ബാക്കി വിഷയം നമുക്ക് വഴിയെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘാടകർ ഏത് വ്യാഴാഴ്ചയാണെന്ന് ഒരു മാസം 1.5 മാസത്തിന്റെ ഗ്യാപ്പിൽ അത് അറിയിക്കും. ബാക്കി വിഷയം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യണം. അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.